ജോസഫ് ജോർജ്, ഫുട്ബോൾ കമന്റേറ്റർ, ഫുട്ബോൾ നിരീക്ഷകൻ, ഫുട്ബോൾ അനലിസ്റ്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജോസഫ്, ഈ കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞാൽ കഴിച്ചിലായി എന്ന് പറയാം. അർജന്റീന രക്ഷപ്പെട്ട് കടന്നുകൂടി എന്ന് തോന്നുന്നു. എന്തൊരു ടീമാണ് അത് കേപ്പ് വേർഡെ. നമ്മൾ ഇന്നലെ രാത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു ക്ലീൻ ഷീറ്റാണ് അർജന്റീനയ്ക്ക്, പക്ഷെ അവിടെ 2 എണ്ണം അർജന്റീനയുടെ പോസ്റ്റിൽ. ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അർജന്റീന രക്ഷപ്പെട്ടു എന്ന് എന്തോ തീർച്ചയായിട്ടും പറയാം. ഒരു അടി കിട്ടുമ്പോൾ പൊതുവെ ആദ്യ പകുതിയിലൊക്കെ ഒരു പ്രമുഖ ടീം ലീഡ് എടുത്തു കഴിഞ്ഞാൽ എതിരാളികൾ പതറിപ്പോകും. പ്രത്യേകിച്ചും ലോക റാങ്കിങ്ങിൽ ഒരു 50-ലൊക്കെ താഴെയുള്ള ടീമാണെങ്കിൽ ഒന്ന് പതറിപ്പോകും. പക്ഷെ കാബോ വെർദെ ഇന്ന് തെളിയിച്ചു ഫുട്ബോൾ ആണ് അൾട്ടിമേറ്റ് വിന്നർ എന്ന്. എന്ത് മനോഹരമായ കളിയായിരുന്നു. അർജന്റീനയ്ക്കൊപ്പം കട്ടയ്ക്ക് നിന്നു. ഷോട്ടുകളുടെ എണ്ണം നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്ത് നോക്കുക, ഇരു ടീമുകളും ഡ്രിബിൾ ചെയ്ത് ഒരുപോലെയാണ്. അല്ലെങ്കിൽ അർജന്റീനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അവർ പലപ്പോഴും വൺ ഡയമെൻഷനിലായി തോന്നിപ്പോയി. ലിയോണൽ മെസ്സി 29-ാം മിനിറ്റിൽ ലീഡ് എടുത്തു കൊടുത്തെങ്കിലും ഈ കളി നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ ആണെങ്കിൽ ഏകപക്ഷീയമായി തീർന്നേനെന്നൊക്കെ തോന്നി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കളിക്കളത്തിൽ കണ്ടത് കാബോ വെർദെയുടെ പോരാട്ട വീര്യം അർജന്റീനയ്ക്ക് ഐഡിയ ഇല്ലാതായി പോയി, ഭാവനാശൂന്യമായി പോയി. രക്ഷപ്പെട്ടു. താങ്കൾ പറഞ്ഞത് കൃത്യമാണ്, കഴിച്ചിലായി. ഉറപ്പായിട്ടും എന്താണ് പറയുക, അതിപ്പോ ഒസീഞ്ഞയുടെ 8 സേവുകളാണോ, അതോ ഇനി അർജന്റീന ഈ പറയുന്ന പോലെ ഒരു ക്രിയേറ്റീവ് ആകാത്തതാണോ, എന്താണ് എനിക്ക് അത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അർജന്റീന ഒരുപാട് എക്സ്പോസ്ഡ് ആയ ഒന്ന് സംശയം. ഇനി ടൂർണമെന്റ് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ള ടീമുകൾക്ക് മുന്നിൽ അർജന്റീനയെ എക്സ്പോസ് ചെയ്തിട്ടല്ലേ ഈ കേപ്പ് വെർഡെ മടങ്ങുന്നത്? തീർച്ചയായിട്ടും. ഇന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം, മെസ്സിയെ പൂട്ടുവാണെങ്കിൽ എന്താണ് പ്ലാൻ ബി എന്നുള്ളതായിരുന്നു ഇന്നലെ രാത്രി ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഇന്ന് നമുക്ക് ആ പ്ലാൻ ബി കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അർജന്റീന പൊതുവെ സെൻട്രലിൽ കൂടെ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് ഹാഫ് സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് തേർഡ് മാൻ റൺസ് ഒക്കെ നടത്തിയാണ് ഗോൾ അടിക്കുന്നത്. ഇന്നും അതേ ഒരു തന്ത്രം തന്നെയാണ് കണ്ടത്. നമ്മൾ വിങ്ങുകളിൽ കൂടി ആക്രമിക്കണമെന്ന് പറഞ്ഞു. നല്ല വിങ്ങർമാരില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. വിങ് ബാക്കുകളെയും നമ്മൾ ഇന്ന് കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ ലിസാൻഡ്രോ മാർട്ടിനസ് ആണ് ഇന്ന് ആദ്യത്തെ ഗോളിനുള്ള വഴിയൊരുക്കിയതും രണ്ടാമത്തെ ഗോൾ അടിച്ചതും ഒക്കെ. അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രില്യന്റ് ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ, നിർണായകമായ കോൺട്രിബ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ അർജന്റീന വെള്ളം കൂട്ടിച്ചേനെ. ഇത് മുന്നോട്ട് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ശക്തരായ എതിരാളികൾ വരുമ്പോൾ അവർക്കുള്ള മറുപടി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വരികയാണ്. കാരണം കാബോ വെർദെ ഒട്ടും കുറച്ച് കാണുന്നില്ല. 5.5 ലക്ഷം മാത്രം പോപ്പുലേഷൻ ഉള്ള ഒരു ടീം, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ലിങ്ക്ഡിനിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ തട്ടിക്കൂട്ടിയ ഒരു ടീം ഇത്ര മികച്ച പോരാട്ട വീര്യം കാണിച്ചത് ഈ ലോകകപ്പിന്റെ എന്നല്ല, എനിക്ക് തോന്നുന്നു എക്കാലത്തെയും ലോകകപ്പുകളുടെ ചരിത്രം നോക്കുവാണെങ്കിൽ ഇത്രയധികം ഇഷ്ടപ്പെട്ട ഒരു കറുത്ത കുതിരകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുപോലെ അർജന്റീന നിലവിലെ ചാമ്പ്യന്മാർ ഈ കളി കളിച്ചാൽ പോരാ, കിരീടം നേടണമെങ്കിൽ ഇത് പോരാ. ഇന്ന് ജയിച്ചു, എക്സ്ട്രാ ടൈമിൽ ജയിച്ചു. അതും നിർഭാഗ്യവശാൽ ഒരു ഓൺ ഗോൾ ആണ് കാബോ വെർദെക്ക്. അതിൽ റോമറോയുടെ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിലും എന്നാലും അത് പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ അത് ഡിഫ്ലക്ട് ചെയ്ത് അകത്തേക്ക് പോകുന്നു. ഓൺ ഗോളിലാണ് കളി തീരുമാനമായത്, എക്സ്ട്രാ ടൈമിലാണ്. അർജന്റീനയ്ക്ക് എക്സ്ട്രാ ടൈമിലുള്ള ആ ഒരു പരിചയ സമ്പത്ത് കൊണ്ട് തന്നെയാണ് അവർ ജയിച്ചതെന്ന് പറയാം. ഇനി ഈ വിങ്ങുകളിലൂടെയുള്ള അർജന്റീനയുടെ ഈ ശ്രമങ്ങൾക്ക് എങ്ങനെയാണ് സ്കലോണി ഒരു പരിഹാരം കണ്ടെത്താൻ പോകുന്നത്? വിങ്ങർമാർ എന്തുകൊണ്ടാണ് വിങ്ങുകളിലൂടെ ഒരു അറ്റാക്ക് വരാണ്ടിരിക്കുന്നതിന്റെ സാഹചര്യം എന്താണ്? ഇനി എന്തെങ്കിലും മാറ്റി പരീക്ഷിക്കാനൊക്കെ ഉള്ള സമയമുണ്ടോ ഇനി സ്കലോണിക്ക്? ഈ ഒരു സ്ക്വാഡിന്റെ ഒരു കോമ്പോസിഷൻ നോക്കുവാണെങ്കിലും വിങ്ങുകളിലുള്ള ഓപ്ഷൻസ് കുറവാണ്. അവസാനം നിക്കോ ഗോൺസാലാസ് വന്നപ്പോൾ കുറച്ചുകൂടെയൊക്കെ ലെഫ്റ്റ് കൂടെ ഒരു ചെറിയൊരു സാധ്യതയൊക്കെ കണ്ടു. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ തിയാഗോ അൽമാഡയാണ് ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തത്, റൈറ്റിൽ റോഡ്രിഗോ ഡിപ്പോൾ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവർ രണ്ടുപേരും അങ്ങനെ നാച്ചുറൽ വിങ്ങേഴ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറെ കൂടെ ഒരു പ്ലേ മേക്കറാണ്. അത് റോഡ്രിഗോ ഡിപ്പോളിനെ പിൻവലിച്ചപ്പോൾ കുറച്ചുകൂടെ ഒരു വിങ്ങുകളിൽ കൂടെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുള്ളത് ആണ് ഒരു ചിന്ത സ്വാഭാവികമായിട്ടും വന്നത്. ആ ഒരു സമയത്ത് അർജന്റീനയ്ക്ക് എങ്ങനെ ഒരു പ്ലാൻ ബി കൊണ്ടുവരാം. പക്ഷെ അത് അവിടെയും ലിയാൻഡ്രോ പരഡേസ് ഒരു മിഡ്ഫീൽഡറെയാണ് കൊണ്ടുവന്നത്, ഒരു സെൻട്രൽ മിഡ്ഫീൽഡറെയാണ് കൊണ്ടുവന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനെ വിങ്ങുകളിലൂടെ ഓടിക്കേറാനോ അല്ലെങ്കിൽ ക്രോസ് ഇടാനോ ഉള്ള ഒരു കഴിവുണ്ടാവില്ല. അങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമ്മൾ ഫുട്ബോളിൽ കാണുന്ന പൊതുവെ സ്വതസിദ്ധമായിട്ടൊരു ശൈലിയിൽ വിങ്ങുകളിലൂടെ ആക്രമിച്ച് കളിക്കുന്ന ഒരു രീതി അപ്പോൾ കാണാൻ പറ്റില്ല. ലിയോണൽ സ്കലോണിക്ക് അങ്ങനെയാണെങ്കിൽ വിങ് ബാക്കുകളെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. മിഡ്ഫീൽഡർമാർ അകത്തേക്ക് ടക്കൻ ചെയ്തിട്ട് വിങ് ബാക്കുകൾ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം വരേണ്ടി വരും. അതിലാണ് നഹുൽ മൊലീന അതിൽ നല്ലൊരു ഓപ്ഷനാണ്. ഇന്ന് പക്ഷേ മെദീനയ്ക്ക് ഒരു പരിക്കാണോ, ടാഗ്ലോഫിക്കോ ആണ് മത്സരം ഫിനിഷ് ചെയ്തത്. ഇപ്പൊ ടാഗ്ലോഫിക്കോ ആവുമോ ഇനി മുന്നോട്ട് കളിക്കുന്നത്? എന്തായാലും അർജന്റീനയുടെ ഭാഗ്യം എന്ന് പറയാം. അവർക്ക് റൗണ്ട് ഓഫ് 16 അത്ര കടുപ്പമായിരിക്കില്ല എതിരാളികൾ, ക്വാർട്ടർ ഫൈനലും അത്ര കടുപ്പമായിരിക്കില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞാലും കാബോ വെർദെ എത്ര കടുപ്പമാണ് എന്ന് നമ്മൾ ഇന്ന് കാണിച്ചു തന്നു. ശരിക്കും അവർക്കൊരു ടോപ്പ് 10 ടീം കിട്ടാൻ പോകുന്നത് ബ്രസീൽ ആയിരിക്കും സെമിയില്. അതുവരെ കാര്യങ്ങൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. പ്രീ ക്വാർട്ടർ അതായത് റൗണ്ട് ഓഫ് 32-ലും അത്ര കടുപ്പമായിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ കാര്യങ്ങൾ മാറി മറിഞ്ഞു.
ആ എക്സ് ഫാക്ടറിലേക്ക് പോവുകയാണ് ജോസഫ്. ഈ ഒസീഞ്ഞ ആ 40 വയസ്സുകാരൻ്റെ ആ ഒരു എനർജി, അദ്ദേഹത്തിൻ്റെ ഡൈവിൻ്റെ സ്ട്രെച്ചൊക്കെ കാണുമ്പോൾ ഇയാൾക്ക് 40 വയസ്സായോ എന്ന് സംശയം തോന്നുകയാണ്. ലയണൽ മെസ്സി എടുത്ത ആ ഫ്രീ കിക്ക് അത് ഉറപ്പാണൊരു ഗോളായിരുന്നു, ഒസീഞ്ഞ അല്ലായിരുന്നുവെങ്കിൽ. 8 സേവുകളാണ്. ഈ ഒസീഞ്ഞ അല്ലായിരുന്നു ആ ഡിഫറൻസ്, അല്ലെങ്കിൽ സ്കോർ കാർഡ് ഈ 3-2 എന്നുള്ളതായിരിക്കുമായിരുന്നു അർജന്റീനയ്ക്ക് കുറച്ചുകൂടി ഫേവറബിൾ ആവുമായിരുന്നില്ലേ? ഒസീഞ്ഞ കയ്യടി അറിയിക്കുന്നു, ഇത്രയധികം കയ്യടി അറിയിക്കുന്ന ഒരു ഗോൾ കീപ്പർ നായകൻ മുന്നിൽ നിന്ന് നയിച്ചു. ഈ സേവുകളെക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡാണ് ടീമിൽ മുഴുവൻ കാണാൻ സാധിച്ചത്. സേവുകൾ താങ്കൾ പറഞ്ഞ പോലെ ഇന്നത്തെ 8 സേവ് അടക്കം ഈ ലോകകപ്പിൽ 18 സേവായി. പക്ഷെ തുടക്കത്തിൽ ലൗട്ടാറോ മാർട്ടിനസിനെ 2 തവണയാണ് അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് മാറിയത്. ലൗട്ടാറോ മാർട്ടിനസിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നന്നായിട്ട് തന്നെ അങ്ങ് വെട്ടിച്ചങ്ങ് ഒഴിവാക്കി വിട്ടു. അതുപോലെ രണ്ടാം പകുതിയിൽ പുള്ളി അവസാന മിനിറ്റുകളിലൊക്കെ 3-2 പുറകിൽ നിന്നപ്പോൾ പുറകിൽ നിന്ന് പുള്ളി വന്ന് ഇന്റർസെപ്റ്റ് ചെയ്ത് കളിച്ച് മുന്നോട്ട് കയറി പോവുകയാണ്. ആ ഒരു കോൺഫിഡൻസ് ആണ്, ആ ഒരു പോരാട്ട വീര്യമാണ് ആ ടീമിൽ ഉടനീളം കാണേണ്ടത്. ഒരു നായകൻ എത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു അത് ടീമിൽ കാണും. അർജന്റീനയിലും മെസ്സിയിലും നമ്മൾ കാണുന്നതാണ്. അതുപോലെ ഒരു ഇമ്പാക്റ്റ് ആണ് ഒസീഞ്ഞ ഈ ലോകകപ്പിൽ കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് ഒസീഞ്ഞ ആൾക്കാർ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കളിക്കളത്തിലെ പ്രകടനം, താങ്കൾ പറഞ്ഞതുപോലെ സേവ് തീർച്ചയായിട്ടും ഉണ്ട്, അതിന് ഒട്ടും കുറച്ച് കാണുന്നില്ല. പക്ഷെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മെന്റാലിറ്റി, അതൊരു ഡിഫറൻസ് മേക്കറാണ്. അതാണ് എക്സ് ഫാക്ടർ. റൈറ്റ് ജോസഫ്, അവസാനമായിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ അർജന്റീനയ്ക്ക് എന്താണെങ്കിലും ഇനി മുന്നോട്ട് പോകണം. അർജന്റീന ആരാധകർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും. എവിടെയൊക്കെയാണ് പരിഹരിക്കേണ്ടത്? ഇനി ഫ്രാൻസ് പോലുള്ള ടീമുകൾക്കെതിരെ വരാം, അത് മേ ബി ഫൈനൽ ആവാനാണ് സാധ്യത. എന്താണെങ്കിലും അതൊരു വേറെ ലെഗാണല്ലോ. അപ്പോൾ എങ്ങനെ ഈ അർജന്റീനയെ എക്വിപ്ഡ് ആക്കാൻ കഴിയും ലയണൽ സ്കലോണിക്ക്? അർജന്റീനയ്ക്കും എനിക്ക് തോന്നുന്നു ലിയോണൽ സ്കലോണിയുടെയും പ്രധാന ഉത്തരം, എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും പോകുന്നത് ലിയോണൽ മെസ്സിയിലേക്കാണ്. മെസ്സിക്ക് പെട്ടെന്ന് ഫീഡ് ചെയ്യുക, അദ്ദേഹത്തിന് കുറച്ചുകൂടെ കളിക്കാനുള്ള സ്പേസ് കൊടുക്കുക. ഇന്നത്തെ അത്രയും അങ്ങനെ ടൈറ്റ് ഏരിയയിലായിരിക്കില്ല മെസ്സി കുറെ കൂടെ ഡീപ്പായിട്ട് വന്ന് പന്തെടുക്കുമ്പോൾ പൊതുവെ സ്പേസ് കിട്ടാറുണ്ട്. ഇന്ന് പതിവിൽ നിന്ന് വിപരീതമായി ഒത്തിരി ഫ്രീ കിക്ക് ഒക്കെ നേടിയെടുത്തു. കാബോ വെർദെ പൊതുവെ അത്രയും ഫ്രീ കിക്ക് ഒന്നും കൺസിഡർ ചെയ്യാത്തൊരു ടീമാണ്. പക്ഷെ ഇന്ന് മെസ്സിയും കൂട്ടരും അത് നേടിയെടുത്തു. അപ്പൊ അതാണ് പ്ലാൻ എ. എപ്പോഴും ലിയോണൽ മെസ്സി തന്നെയാണ് ആ ഒരു മാർഗത്തിൽ കൂടെ തന്നെയായിരിക്കും മുന്നേറുന്നത്. എന്നാൽ പ്ലാൻ ബി എന്താവും? അതാണ് ഒരു ഡിഫറൻസ് മേക്കർ. നല്ലൊരു ശക്തരായ എതിരാളികൾ, താങ്കൾ പറഞ്ഞതുപോലെ ഭാഗ്യമുണ്ട്. ഫ്രാൻസിനെയും സ്പെയിനിനെയും ഒന്നും തൽക്കാലം പേടിക്കേണ്ട കാര്യമില്ല. അവര് മറ്റേ പൂളിലാണ്. നേരെ ഫൈനലിൽ അവർ ആരെങ്കിലും ഒരാളെ നേരിട്ടാൽ മതിയാവും, നല്ല ശക്തരായ ടീമുകളെ വെച്ച് നോക്കുമ്പോൾ. ഇവിടെ നോക്കുവാണെങ്കിൽ സെമിയിൽ ഒരു പക്ഷേ ബ്രസീൽ വരാം. ബ്രസീൽ അവിടം വരെ കളിച്ചെത്തണം. ബ്രസീൽ നമ്മൾ തുടക്കത്തിൽ എഴുതി തള്ളിയെങ്കിലും കാർലോ ആൻസലോട്ടി എന്ന പരിശീലകന്റെ കീഴിൽ നല്ല അത്യുഗ്രൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഓരോ കളി കഴിയുമ്പോൾ അവർ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അർജന്റീന ഓരോ കളി കഴിയുമ്പോഴും ഒരു സ്റ്റെപ്പ് പുറകോട്ടാണോ പോകുന്നതെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഗോളുകൾ വരും, അതാണ് പ്രധാന ചോദ്യം. വ്യത്യസ്തമായ രീതിയിൽ ഗോൾ അടിക്കാൻ പറ്റുമോ? സെറ്റ് പീസിൽ മാത്രം ഡിപ്പെൻഡന്റ് ആണോ? ലിയോണൽ മെസ്സിയിൽ മാത്രം ഡിപ്പെൻഡന്റ് ആണോ? ഈ 2 ചോദ്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും ലിയോണൽ സ്കലോണി എന്ന പരിശീലകൻ ഉത്തരം കണ്ടെത്തേണ്ടത്. ഉറപ്പായിട്ടും ജോസഫ് പറഞ്ഞൊരു പോയിന്റ്, ഈ ലയണൽ മെസ്സിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം വലുതായി അർജന്റീനയെ ബാധിക്കുന്നു. ഇന്നുപോലും പല മത്സരത്തിനിടയിൽ പലപ്പോഴും ഇപ്പോൾ ലിസാൻഡർ മാർട്ടിനസ് ഒക്കെ പന്ത് നോക്കുകയാണ് മെസ്സിനെ. 2 തവണ നോക്കി മെസ്സി കൈ കാണിച്ചാൽ മാത്രം അതുവരെ കാലിൽ ഹോൾഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ് അർജന്റീനയെ സംബന്ധിച്ച്. മെസ്സിസ് ഗോഡ്. ബട്ട് അർജന്റീനയ്ക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്ലാൻ ബി കൂടി ഡെവലപ്പ് ചെയ്തേ മതിയാകൂ. താങ്ക് യു ജോസഫ് ഫോർ ജോയിനിങ്. ജോസഫാണ് ജോയിൻ ചെയ്തത്. ജോസഫ്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.